ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിത് അവിടെ അടുക്കളയാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിച്ചണിൽ അധികം പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അർജൻറ്റിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളവിടെ നേർച്ചയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവിടുന്ന് ഫുഡൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ അടുപ്പിൻ്റെ മുകളിലൊക്കെ നിന്ന് മറലൊക്കെ തട്ടുമ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാത്ത ദിവസം തന്നെ മാറാല തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതവിടെ നല്ല മാറാലൊക്കെ ഉണ്ട് കേട്ടോ. ഈ നെറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല മാറാലുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്ത്രീകൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കിച്ചണിലാണല്ലേ. അപ്പോൾ ഈ കിച്ചൺ വൃത്തിയിൽ കൊണ്ടെടുക്കേണ്ടത് നമ്മുടെ ഒരു കടമ തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് മാത്രമുള്ള ഇങ്ങനെ കിച്ചണിൽ ഇത്ര ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ വേറെ എല്ലാവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കിച്ചൺ നമ്മൾ തന്നെയാണ് വൃത്തിയിൽ കൊണ്ടെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ വൃത്തിയുള്ള കിച്ചണിൽ കുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കിങ്ങനെ കുക്ക് ചെയ്യാൻ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് അധികം വൈകാതെയൊക്കെ കിച്ചൺ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ഭാരമില്ലാതെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് മാറാല തട്ടുന്നതിൻ്റെ മുമ്പ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു കിച്ചണാണ് കേട്ടോ. അധിക സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും അൽഹംദുലില്ലാ നമുക്ക് ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാനിതാ മാറാല തട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുകളിലൊന്നും അധികം മാറാലല്ല കേട്ടോ. പക്ഷേ ഈ നെറ്റുമ്മലാണ് ഇവിടെ പെട്ടെന്ന് മാറാല പിടിക്കൽ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് അടുപ്പത്ത് അധികം പണിയൊന്നുമില്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ ഞാനിങ്ങനെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കൽ. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ വീടിൻ്റെ വേറെ ഏത് ഭാഗം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലും ഇത്ര ബുദ്ധിമുട്ടില്ലല്ലേ. അപ്പോൾ കിച്ചണിൽ നമുക്ക് അധികം കുറച്ച് പണികളുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ ഒരു മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ആകെ വാരി വലിച്ചിട്ട് ക്ലീൻ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു റൂമാണ് കഴിയുന്നത് വെച്ചാൽ ആ ഒരു റൂം നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നത് അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ആകെ വാരി വലിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് ഏതൊക്കെ എവിടെയൊക്കെ എടുക്കേണ്ട അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ ക്ഷീണിക്കും ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ കിച്ചണിൽ പണിയൊക്കെ കുറവുള്ള സമയത്തും അതേപോലെ തന്നെ നമുക്ക് ഒഴിവിനനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളിൽ നിന്നൊക്കെ മാറാല തട്ടിയിട്ട് പിന്നെ ഞാനിതാ പുറത്ത് പോയിട്ടും തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെറ്റിൽ മാറാല പിടിച്ചാൽ പോയി കിട്ടാൻ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തട്ടിയിട്ട് പിന്നെ ഞാൻ ഉള്ളിൽ വന്ന് ഒന്നുകൂടി തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് തട്ടുമ്പോൾ പുറത്തേക്ക് നീങ്ങും, പുറത്ത് തട്ടുമ്പോൾ ഉള്ളിലേക്ക് നീങ്ങും, അങ്ങനെയാണ് കേട്ടോ. അത് നല്ല റിസ്ക്കാണ് കേട്ടോ അതിൽ മാറാല തട്ടിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ ആ ഭാഗം തട്ടിയപ്പോൾ പിന്നെ ഞാനിതാ ഈ ഭാഗം തട്ടിയെടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ ഈ വീതനമ്പലായിട്ട് വെച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ താഴത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ മാറ്റിയിട്ടതാ പിന്നെ ഇവിടെയുള്ള കുപ്പികളൊക്കെ എടുത്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഈ പാത്ര സ്റ്റാൻഡ് കഴുകി എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന്മേൽ കൂടെ ഒരു ഷാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പൊടിയൊക്കെ പറഞ്ഞതിന്. എന്നിട്ട് ഞാനിതാ ഇവിടെയൊക്കെ തട്ടിയെടുക്കുകയാണ്.
അപ്പോൾ ഈ കിച്ചണിൽ ഒരു 1.5 മാസം മുമ്പ് പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ അന്ന് ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അധികം പൊടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ കഴുകുന്നില്ല കേട്ടോ. അപ്പോൾ അത് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കഴുകിയെടുക്കണില്ല. അപ്പോൾ അതാ നമ്മുടെ മാറാല തട്ടലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. മാറാലത്തട്ടൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം അടുപ്പൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂടില്ലാത്ത സമയത്താണ് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നന്നായിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പും വീതനൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാനിത് നമ്മൾ കുപ്പിയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കും ഇങ്ങനെ തുടച്ച് കൊടുത്താൽ നമ്മൾ കുപ്പി നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് തുണി ഒന്നും കൂടി കഴുകി പിന്നിട്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിലായിട്ട് ഞാൻ സോപ്പ് പൊടിയും അതേപോലെ തന്നെ കംഫർട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെക്കൽ. പിന്നെ ബാക്കിയുള്ള കുപ്പികളൊക്കെ ഇതാ ഞാൻ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഷോക്കേസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഇതാ അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഈ മെഷീൻമൊക്കെ ഇതാ നന്നായിട്ട് പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ അടുക്കളേൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.